രണ്ട് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികളോട് നമ്മൾ പഠിക്കുക എന്ന് പറയേണ്ടിയേ വരില്ല. ഒന്ന്, ജീവിതത്തിൽ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർ. അവരോട് നമ്മൾ പഠിക്കാൻ പറയണ്ട. കാര്യം, എൻ്റെ ജീവിതത്തിൽ ഈ കഷ്ടപ്പാടുകൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചേ മതിയാവൂ എന്ന് അവരുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും. ഇത് നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. ഇനി രണ്ട്, പഠനത്തിനെ ഇഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികൾ. അവർക്ക് പഠനം ഇഷ്ടമാണ്, അവർ ആ പഠനത്തെ എൻജോയ് ചെയ്യുന്നവരാണ്. അവരോടും പറയേണ്ട കാര്യമില്ല. അവരും ഓരോ ദിവസത്തെ കാര്യങ്ങളും കൃത്യമായി പഠിച്ചു തീർത്ത് ഇനി എന്താണ് കോൺസെപ്റ്റുകളെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരായിരിക്കും. പക്ഷേ ഈ രണ്ട് കാറ്റഗറിക്കാർ എന്ന് പറയുന്നത് ഒരു 2% കാണുള്ളൂ. ബാക്കി 98% കുട്ടികളോടും പഠിക്കുക പറയേണ്ടവരാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞല്ല നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടതിന് പകരം ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒത്തിരി അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ പോകുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴും ഞാൻ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഒരു വിദ്യാർത്ഥിക്ക് ബോധ്യമില്ല. പ്രത്യേകിച്ച് ഒരു എഡ്യൂക്കേഷൻ തീരുന്ന 10th, 11th, 12th ഗ്രേഡിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പോലും. തീർച്ചയായും അതുകൊണ്ട് തന്നെ നല്ല കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളും അവരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന നല്ല സെഷൻസും ഒക്കെ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത് കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളെ ഈ 98% കുട്ടികളിലും സൃഷ്ടിക്കുന്നതിലൂടെ അവരോട് പഠിക്കുക എന്ന് പറയുന്നതിന് പകരം പഠിക്കേണ്ടതിൻ്റെ ആവശ്യമാണെന്നൊരു തോന്നൽ അവർക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അതാണ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്.